ഈ ഒരു വിജയം, ഈ ഒരൊറ്റ ഒരു വിജയം എന്നുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാരിനുള്ള ഒരു വലിയൊരു മുന്നറിയിപ്പല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പറയാറുണ്ട്, ഒരു പ്രദേശത്ത് ഒരു പ്രശ്നം വരുമ്പോൾ അത് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ജനങ്ങളുടെ കൂടെ നിൽക്കണം. നമുക്കറിയാം, പ്രളയത്തിന്റെ സമയത്തൊക്കെ നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ സർക്കാരിന്റെ ഒപ്പം നിന്നവരാണ്. പക്ഷെ ആ ഒപ്പം നിന്നവരെ ഒപ്പം ചേർത്ത് പിടിക്കാനായിട്ട് സമരത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞില്ല. അതിന് വലിയൊരു ഉദാഹരണമാണ് ഇവിടുത്തെ ലോക്കൽ നേതാക്കളോ നമ്മുടെ പള്ളിപ്പുറം പഞ്ചായത്തിന്റെ പ്രസിഡന്റോ പോലും ആ സമരപ്പന്തലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത്. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ജനങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് ഒരു വലിയ പരാജയമായി പോയി. അതുകൊണ്ടാണ് ഇവിടെ ഒരു തോൽവി സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും അവസാനം സമരം അവസാനിപ്പിക്കാനായിട്ട് 2 മന്ത്രിമാർ അവിടെ എത്തി. ഈ പറഞ്ഞ പോലുള്ള നേതാക്കന്മാരൊക്കെ അവിടെ എത്തിയിരുന്നു, LDFന്റെ ആയാലും എത്തിയിരുന്നു. പക്ഷേ അത്തരത്തിൽ സമരം അവസാനിപ്പിച്ചു, സർക്കാർ ഈ സമരം അവസാനിപ്പിച്ചു എന്ന തരത്തിലൊരു ക്രെഡിറ്റ് എടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടന്നു. പക്ഷെ അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു കണ്ണിൽ പൊടിയിടുന്ന അവസ്ഥയിലേക്ക് മാറി എന്ന് തന്നെയാണ് നമുക്കറിയാം. ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞു, പ്രത്യേകിച്ച് മുനമ്പത്തെ ജനങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്ന് തന്നെ കരുതാം അല്ലേ? തീർച്ചയായിട്ടും ജനങ്ങളൊന്നും മണ്ടന്മാരല്ലല്ലോ. അവരൊക്കെ ഇപ്പൊ വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങൾ. പണ്ടത്തെ പോലെ എൻ്റെ അപ്പൻ ആ രാഷ്ട്രീയക്കാരനായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് പാ ആ രാഷ്ട്രീയക്കാരനായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയത്തിലിട്ട് പോകും, ആ ഒരു ചിന്തയില്ല. ഇപ്പോ ചിന്തിച്ച് എന്താണ് പൂർണ്ണമായിട്ട് വിനിയോഗിക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നത്. സിജിയിലേക്ക് തീർച്ചയായിട്ടും എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കണ്ണ് തുറന്ന് കാണേണ്ടതാണ് ഇരു മുന്നണികളും. പ്രത്യേകിച്ച് LDF ആയാലും അതോടൊപ്പം തന്നെ UDF ആയാലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയാണ് ജനങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നേരത്തെ സിജി പറഞ്ഞ പോലെ തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഇതിനു മുമ്പ് കുത്തിയിരുന്നോ എന്നുള്ളതല്ല, തങ്ങളുടെ ഒരു പ്രശ്നം വരുമ്പോൾ, തങ്ങളുടെ ഒരു ആവശ്യം വരുമ്പോൾ തങ്ങളോടൊപ്പം നിന്ന ഏത് പാർട്ടിയാണ്, അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ്, ഏത് രാഷ്ട്രീയ നേതാവാണ് ഞങ്ങൾക്ക് അനുകൂലമായി നിന്നത് എന്ന് ചിന്തിച്ച് തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ. ഇത് പണ്ടത്തെ കേരളമല്ല, കേരളം മാറി, ഒരുപാട് മാറി. അത് തന്നെയാണ് മുനമ്പത്ത്, പ്രത്യേകിച്ച് ആ ദേവാലയം ഇരിക്കുന്ന കൂടുതൽ ക്രൈസ്തവരുള്ള ആ ഒരു മേഖലയാണ് ആ ഒരു വാർഡ്. ആ വാർഡിൽ BJP സ്ഥാനാർത്ഥി ഇതുവരെ ചരിത്രത്തിൽ വിജയിച്ചിട്ടില്ല. അവിടെ BJP വിജയിച്ചിരിക്കുന്നു. എന്തായാലും മുനമ്പത്തിൽ നിന്ന് മുനമ്പം സമര നായിക സിജി തന്നെയാണ് ഇപ്പോൾ നമ്മളോട് ആ ഒരു കാര്യം പറഞ്ഞത്. എന്തായാലും സിജി, ഒരു കാര്യം, ഇപ്പോഴും അവിടെ സമരം തുടരുകയല്ലേ? തീർച്ചയായും തുടരുന്നുണ്ട്. അതായത് പള്ളി നടത്തിയിരുന്ന ഒരു സമരമായിരുന്നു അവസാനിച്ചത്, അല്ലെങ്കിൽ അത് താൽക്കാലികമായി അന്ന് അവസാനിപ്പിച്ചു. പക്ഷേ ഇതൊന്നും ഇതൊക്കെ യാഥാർത്ഥ്യം അറിഞ്ഞിരുന്ന ഒരു ജനം, അല്ലെങ്കിൽ ഇതല്ല സത്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്ന സത്യം, അവർ ഇപ്പോഴും സമരം തുടരുകയാണ്. ഡിജോ, നമ്മളിപ്പോ ഭൂസംരക്ഷണ സമിതി സമരം നിർത്തിയിരിക്കുന്നത് നമ്മളുടെ സിമിത്തേരി ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് താൽക്കാലികമായിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോ താൽക്കാലികമായിട്ട് നിർത്തിയത് കൊണ്ട് മറ്റൊരു വിഭാഗം അവിടെ സമരം തുടരുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഭൂസംരക്ഷണ സമിതി എന്ന് ഈ സമരം തുടരുന്നുവോ അന്ന് അവർ തിരിച്ചെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സിമിത്തേരിയുടെ ക്ലീനിങ് നടക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ താൽക്കാലികമായിട്ട് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞ രീതിയിൽ മുനമ്പം ജനതയെ സഹായിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഭൂസംരക്ഷണ സമിതി 2ാം ഘട്ട സമരം തുടരുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നിയമസഭാ ഇലക്ഷൻ അത് ഇനിയിപ്പോൾ വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ. നിയമസഭയിൽ ഇപ്പോൾ അവിടെ LDF സീറ്റാണ് മുനമ്പം അടങ്ങുന്ന ആ ഒരു മേഖല വരുന്നത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഇത് നിയമസഭയിലും ഇവർക്കുള്ളൊരു മുന്നറിയിപ്പായിരിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാറ്റം നിയമസഭ ഇലക്ഷനിലും സംഭവിക്കും അല്ലേ? കാത്തിരിക്കാം. തീർച്ചയായിട്ടും മുനമ്പംകാരുടെ ആവശ്യങ്ങളിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു അട്ടിമറി അവിടെ സംഭവിക്കാം. എന്തായാലും നന്ദി സിജി ചേർന്നതിന്. താങ്ക് യു. തീർച്ചയായിട്ടും മുനമ്പം ജനതയുടെ ഒരു ശബ്ദമാണ് ഇപ്പോൾ സിജിയിലൂടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചത്. അവർ നോക്കിയത് ഈ പറഞ്ഞ പോലെ പ്രളയകാലത്തൊക്കെ കയ്യും മെയ്യും മറന്ന് സർക്കാരിനോടൊപ്പം നിന്ന് മത്സ്യത്തൊഴിലാളികളേക്ക് അവഗണിച്ച സർക്കാരിന് കിട്ടിയ വലിയ ഒരു തിരിച്ചടിയാണ് അവിടെ മുനമ്പത്ത് BJPയുടെ ആദ്യ ജയം, മുനമ്പത്തെ ആദ്യ ജയം BJPക്ക് എന്നുള്ളൊരു വാർത്ത